അങ്ങനെ നമ്മുടെ രേവതി സച്ചിനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ഇവിടെ നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ട്. ആ ഒരു രക്ഷപ്പെട്ടു, എന്തായാലും സച്ചി രേവതി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി വേഗം ചെന്നിട്ട് ബിരാനോട് പറയുന്നുണ്ട്, ഇനി ഹോളിലേക്ക് പോന്നോളൂ, അവരൊക്കെ പോയി കഴിഞ്ഞു, ഞാൻ ഇന്നത്തോടു കൂടി എല്ലാം അവസാനിച്ചു എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല, എല്ലാം എൻ്റെ മിടുക്കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബിരാൻ പറയുന്നുണ്ട്, ഇതൊന്നും നിൻ്റെ സാമർത്ഥ്യം കൊണ്ടല്ല, അവരും മണ്ടന്മാരായതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, അവർ പോയി കഴിഞ്ഞില്ലേ, ഇനി പോന്നോളൂ ഹോളിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബിരാനെയും കൂട്ടിയിട്ട് ഹോളിലേക്ക് പോകുന്നുണ്ട്. ശ്രുതി പറഞ്ഞിട്ട് ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങണ സമയത്ത് നമ്മുടെ മാളുവിൻ്റെ അച്ഛൻ അശോകൻ വിളിക്കുന്നുണ്ട് നമ്മുടെ രേവതിനെയും സച്ചിനെ, എന്നിട്ട് പറയുന്നുണ്ട്, മാളുവിൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങളെ രണ്ടാളുടെ അനുഗ്രഹം മേടിക്കണം എന്നാണ്, നിങ്ങൾ എന്തിനാ പറയാതെ പോയത്, നിങ്ങൾ രണ്ടാളും എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരൂ, അവളുടെ ആഗ്രഹമല്ല, നിങ്ങളല്ല അവരുടെ കല്യാണം നടത്തി കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിക്കാണെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ അശോകങ്ങൾ പറയല്ലേ വിചാരിച്ചിട്ട് എന്തായാലും അവർ രണ്ടാളും തിരിച്ചു വരുന്നുണ്ട്. അവർ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇറങ്ങി പോണത്. എന്തായാലും നമ്മുടെ ശ്രുതിയാണെങ്കിൽ സച്ചിനെയും രേവതിയും കാണുന്നില്ല. എന്തായാലും അവർ രണ്ടാളും കയറി വരുന്നുണ്ട്, നമ്മുടെ മാളുവിനെ അനുഗ്രഹിക്കണമൊക്കെ ഉണ്ട്. എന്തായാലും എന്നിട്ട് അവർ രണ്ടാളും ഇങ്ങനെ മടങ്ങണ സമയത്താണ് നമ്മളെ ബിരാനെ കാണുന്നത്. ബിരാനെ കാണുമ്പോൾ നമ്മളെ സച്ചി രേവതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇത് അമേരിക്കത്തെ ചെറിയച്ചനല്ല, ഇപ്പം ഇയാളെങ്ങനെ ഇവിടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.